ബ്ലാക്ക് കൂടുന്നോ? ഞാനും ലോറയും പിന്നെ നീയും. നല്ല രസമായിരിക്കും. ആ ഗോൾഡ് കേസിലെ സെറ്റിൽമെന്റിൽ നമ്മൾ ഒരിക്കൽ മുട്ടിയപ്പോ കാക്കിയുടെ കരുത്തിലാണ് നീ ജയിച്ചത്. അന്ന് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവനുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ. ആ ACP പഴയ കണക്കുകളടക്കം എല്ലാം ഇന്നത്തോടെ തീരണം ബ്ലാക്ക്. തീർക്കും ഈ പെരുമാൾ. പെരുമാളിനെ കൊന്ന കേസിലെ പ്രതി നീയാ. ഇനി ഞാൻ വിചാരിച്ചാലേ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എവിടേക്ക് ചേച്ചി നമ്മൾ പോകുന്നേ? അതൊന്നും പറഞ്ഞു വെക്കാനുള്ള സമയമല്ലത്. ഓ, രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? ഇല്ല മോളെ, സാറ് ജീവിച്ചിരിക്കുമ്പോ ഈ സിറ്റിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തിനാ ഞങ്ങളെങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത് നീയല്ല, ഞാനാണെന്ന് പറഞ്ഞല്ലോ. അത് തിരുത്തണം. അതിനൊരു അവസരം തരേണ്ടത് നീയാ. നിനക്ക് സമ്മതമാണെങ്കിൽ സാറ് നിന്നെ കെട്ടും. സമ്മതം അല്ലെങ്കിലും കെട്ടും. എനിക്ക് വേണ്ട അങ്ങനൊരു ജീവിതം. എനിക്ക് വേണം അങ്ങനൊരു ജീവിതം. ആഗ്രഹിച്ച് എന്തും നേടും, നേടുന്നത് എന്തും നിലനിർത്തും. അതാ എൻ്റെ ഒരു രീതിയെ. ലങ്കേശ്വരനായ രാവണനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ലോകത്തിലെ മനോഹരമായ എല്ലാ വസ്തുക്കളും ലങ്കയ്ക്ക് വേണമെന്നായിരുന്നു മൂപ്പരുടെ വാശി. എനിക്കും അതുപോലൊരു വാശിയുണ്ടെന്ന് കുട്ടി കൂട്ടിക്കോളൂ. നാളെ രാവിലെ ഇവർ വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. നാളെ മുതൽ നീ കഴിയുന്നത് ഈ വീട്ടിലല്ല, അവിടെ എൻ്റെ പുതിയ വീട്ടിൽ എൻ്റെ ഭാര്യയായിട്ട്. ഒരാണിൻ്റെ അത്യാഗ്രഹമായിട്ട് കൂട്ടിക്കോളൂ. രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, കാവലിന് ഇവരിവിടെ ഉണ്ടാവും.
അപ്പൻ്റെ ഓർമ്മ ദിവസാ. കുഴിമാടത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ അവളുണ്ടാവും ഇവിടെ, അല്ലേ ഗൗരി? പിന്നെ അവളിവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കണമെന്ന എൻ്റെ അഭിപ്രായം. നല്ലൊരു ജോലി ഉണ്ടല്ലോ, ഒരു കുടുംബത്തെ പോറ്റാൻ അത് ധാരാളമല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ, നാളെ കാണാം. എടി 10 വർഷമായി ഞാൻ ഈ സ്ഥാപനം നടത്തുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും ഒരൊറ്റ തവണ പോലും ഇതുപോലൊരു ഇഷ്യൂ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നിനക്ക് ഉണ്ടുറങ്ങി കഴിയാൻ ഒരു വഴി ആയിക്കോട്ടെ എന്ന് കരുതിയ ഇവിടെ ഇൻസ്ട്രക്ടർ പോസ്റ്റ് അന്ന് നിന്നെ പ്രതീക്ഷിച്ചത്. അതിന്റെ പേരില് എനിക്കും ഇവിടെ വരുന്ന VIP-കൾക്കും ഹെഡേക്ക് ഉണ്ടാക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ പടിക്ക് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. ഈ സ്റ്റാൻഡ് ശരിയാണോ മാഡം? മസിൽ പവറും മണി പവറും ഉണ്ടെന്ന് കരുതി കലേഷിനെ പോലുള്ളവർക്ക് എന്ത് തോന്നിയാസാവുന്നാണോ? ലോറാമയോട് മോശമായി പെരുമാറിയെന്ന് കലേഷ് റിഗ്രറ്റ് ചെയ്യാണ് വേണ്ടത്. സോറി കലേഷ്, ഐ എം റിയലി സോറി. നോ തെറ്റ് ചെയ്ത് ഇവളല്ലേ.
3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയി മിസ്റ്റർ കേരള പട്ടം നേടി എന്റെ മുഖം നോക്കി തന്നില്ല ഇവള്. നല്ല ചൂടുള്ള ഒരു അടി. ലീവ് ഇറ്റ് കലേഷ്, ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ഓക്കെ ഇത്തവണത്തേക്ക് വിടുന്നു. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അറ്റ് എനി ടൈം അവൈലബിൾ ആയിരിക്കണം നീ. അല്ലെങ്കിൽ ശരിക്കും അറിയും ഞങ്ങൾ ആരാണെന്ന്. കമോൺ. ഇനിയെങ്കിലും തിങ്ക് ചെയ്യ. ഇത് കൊച്ചിയാണ്. ഒറ്റയ്ക്കൊരു പെണ്ണിന് ജീവിച്ചു പോണെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഗോൾഡ് ഫിഷ്, സുവർണ മത്സ്യം. നിന്നെ വിശേഷിപ്പിക്കാൻ ഇതിലും നല്ല ക്യാച്ച് വേർഡ് വേറെ കിട്ടില്ല. മോഡലിംഗ് നടത്തിയ കാശ് ഒരുപാട് കിട്ടും. പക്ഷെ അതിലും കൂടുതൽ ഞങ്ങൾ തരാം. വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്നെ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം, പൂർണ്ണമായും. എടീ, മനസ്സുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ വി ഹാവ് നോ പ്രോബ്ലം. ഗോൾഡൻ ഫിഷിനെ ഞങ്ങൾ അങ്ങ് പൊരിക്കും. നോ ഡൗട്ട് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണാനാ. ഈ മുഖശ്രീ, കണ്ണിലെ ഈ തിളക്കം, കവിളിലെ തുടിപ്പ്, ആകാര വടിവ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഞാൻ വന്നത് ഭംഗി പരിശോധിക്കാനല്ല. ഐ നോ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോസ് പ്രസിദ്ധീകരിച്ചത് തെറ്റാണ്. വിൻഡോസ് പോലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാഗസിൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്ക്. ബട്ട് ലുക്ക് മിസ് ലോറ, ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധേയനായ ഒരു ഫോട്ടോഗ്രാഫറാണ് കുട്ടിയുടെ ചിത്രം ഇവിടെ എത്തിച്ചത്. അയാളുടെ ഒരു സ്നാപ്പിന് വേണ്ടി മാഗസിനുകൾ മത്സരിക്കുന്ന നേരത്താ അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് വന്നത് തരുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഓതറൈസേഷനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോയില്ല, നേരെ പ്രസി കൊടുത്തു. കുട്ടിയുടെ കംപ്ലൈന്റ് ചെയ്യാൻ അയാൾക്ക് ഫോർവേഡ് ചെയ്യാം, ആ ഫോട്ടോഗ്രാഫർക്ക്. വേണ്ട, അയാളെ ഞാൻ കണ്ടോളാം നേരിട്ട്. Then it will be good. Amir Usman. That's his name. Amir Usman. Young, stylish and powerful. ഹെൽത്ത് ക്ലബിൽ മാത്രമല്ല, ഈ നഗരത്തിലെ ഈ ജനുവരി പോയിന്റിൽ ഞങ്ങളുണ്ട് ഒരു ഡിസൈഡിങ് ഫാക്ടറായി. ഞങ്ങളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ പേടിച്ചരണ്ട് എല്ലാ അതർ ആക്ടിവിറ്റീസും സ്വിച്ച് ഓഫ് ചെയ്ത് പള്ളിയിലച്ചന്മാരെ പോലെ മാന്യന്മാരായി ജീവിക്കുന്നു കരുതോടാ നീ. 3 പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം പോലും മിസ്റ്റർ കേരളയാവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഈ എനിക്ക്. പക്ഷേ പെൺകുട്ടികളോട് വൃത്തികേട് കാണിക്കുന്നത് മിസ്റ്റർ കേരളയായാലും മിസ്റ്റർ ഇന്ത്യ ആയാലും മിസ്റ്റർ യൂണിവേഴ്സ് ആയാലും ഞാനത് ചോദ്യം ചെയ്തിരിക്കും.
അല്ലെങ്കിൽ പള്ളി ഖബറിൽ കിടക്കുന്ന ആമിർ ഉസ്മാന്റെ ബാപ്പ ഉസ്മാൻ സാഹിബിന്റെ ആത്മാവ് അത് പൊറുക്കില്ല. മോനെ ആമിറെ, 24 മണിക്കൂർ സമയം നിനക്ക് തരുന്നു ഈ നഗരം വിട്ടു പോവാൻ. 24 സെക്കൻഡ് പോലും തരില്ല ആമിർ ഉസ്മാൻ ഈ കൈയെടുത്ത് മാറ്റാൻ. Come on, freak it out, the sensation. Body freak generates the foundation. Come on, freak it out, the sensation. Body freak generates the foundation. ആമിർ ഉസ്മാൻ. ആമിർ ഉസ്മാന്റെ ക്യാമറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഭംഗിയുള്ള മുഖം എവിടെ കണ്ടാലും അനുവാദം പോലും ചോദിക്കാതെ അത് പകർത്തും. ഈ ഫോൺ മുഴുവൻ മിസ്ഡ് കോളുകളാ, എല്ലാം പെൺകുട്ടികളുടെ. അവർക്ക് എന്റെ ക്യാമറയിൽ എന്നും മുഖം കാണിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും മാഗസീനി സെൻട്രൽ സ്പ്രെഡോ കവറോ. അവർക്കറിയാം ആമിർ ഉണ്ടാക്കി കൊടുക്കാനിടയുള്ള റീച്ച്. ഫാഷൻ വേൾഡിലെ കൊടി വെച്ച ഏജൻസികളുടെ കണ്ണിപ്പെട്ട പെണ്ണിന്റെ തലവര മാറും. അങ്ങനെ മാറ്റിട്ടുണ്ട് ഈ ആമിർ ഉസ്മാൻ ഒരുപാട് തവണ. ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല.
നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളല്ലല്ലോ ലോറ, മറ്റുള്ളവരല്ലേ. ലോറ എനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ടാ തന്നോട് മോശമായി പെരുമാറിയ കലേശിനെ എടുത്തിട്ട് ചതയ്ക്കാൻ എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരാതിരുന്നത്. പക്ഷെ എന്റെ ഒരു സംശയത്തിന് ലോറ കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. ലോറ ആരെയാ പേടിക്കുന്നത്? നുണ പറഞ്ഞെന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു നല്ല ചങ്ങാതി അങ്ങനെ കാണാമെന്നെ. പറയും എന്താ ലോറയുടെ പ്രശ്നം? പെൺകുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ഞാൻ. ഇത്രയും വലിയ എക്സ്പോഷർ കിട്ടിയിട്ടും ലോറയ്ക്ക് അതിലൊട്ടും സന്തോഷമില്ല. സന്തോഷമില്ലെന്ന് മാത്രമല്ല, ഇറിറ്റേറ്റഡുമാണ്. ലോറ ചെയ്യുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയാം. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. എന്നെ വിശ്വസിക്കാൻ ലോറയ്ക്ക്. ഓൾമോസ്റ്റ് ലോറയെ പോലെ തന്നെ ഞാനും. എലോൺ, ഒറ്റയ്ക്ക്. അതുകൊണ്ട് ചതിക്കില്ലൊരിക്കലും. ലോറ, ഒരു പേടിയും വേണ്ട. എന്തിനും എൻ്റെ കൂട്ടുണ്ടാവും എപ്പോഴും.